ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വേറൊന്നുമല്ല. ഞാൻ വീഡിയോ കഴിഞ്ഞ് പിന്നീട് ഇട്ടിട്ടുള്ളത്, അപ്പോൾ ഒന്നും തോന്നരുത്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ റിനൂസിൻ്റെ വീട്ടുകാരെ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. എന്താ പ്രാങ്ക് കാര്യങ്ങൾ ഞാൻ ഇൻട്രോയിൽ പറയണില്ല, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പ്രാങ്ക് ഇത്. എല്ലാവരും സത്യത്തിൽ പ്രാങ്ക് ആവും, വിശ്വസിക്കുകയും ചെയ്യും. അതിൽ പറ്റിയൊരു പ്രാങ്കാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഒറ്റ ദിവസത്തെ വീഡിയോ നട്ടിടുന്നത്. ഞങ്ങൾ വീഡിയോ നട്ടിട്ടില്ല, ചെറിയ ചെറിയ ഷോർട്ടും കാര്യങ്ങളും കേട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്ത് പ്രാങ്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് അഭിപ്രായങ്ങളും ഇതൊന്നും മറക്കാതെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി ഇങ്ങനെ സ്കൂട്ടിമേ അങ്ങനെ വന്നു കൊടുക്കാം കേട്ടോ. നമ്മൾ ആമറോഡ് എത്തി, ആമറോട്ടിക്കുള്ള റോട്ടിക്ക് ചാടിങ്ങോട് നിൽക്കണം. അപ്പം ഇനി പുട്ട് കഴിക്കുമ്പോൾ കാണാം. ഓക്കെ, നമ്മളാക്കണ പുട്ടൊക്കെ വാങ്ങിക്കൊടുന്ന് ചാടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ന്യൂസിൻ്റെ പുട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പുട്ട് വാങ്ങിക്കൊടുന്നതാണ്. പുട്ടും കടലക്കറിയുണ്ട്. നമ്മൾ നല്ല അടിപൊളി നീലഗിരി കട്ടൻ ചായ ഉണ്ട്. അന്ന് വാങ്ങിയാണ് നീലഗിരി കട്ടൻ ചായ. അപ്പം അങ്ങനെ റീനൂസിന് പെട്ടെന്നൊരു പൂതി പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി കടലക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്നാ കഴിച്ചല്ലോ ഇതിനോ. അപ്പോൾ ഗായ്സ്, ഞാനും ആമിമോളും അങ്ങനെ ചായയൊക്കെ കുടിച്ച് പുട്ടൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. റീനൂസ് അവിടെ അകത്തുണ്ട്, ടോയ്ലറ്റിലാണ് തോന്നുന്നത്. ആമിയോളെ കയ്യിലുണ്ട് രാഗി കുപ്പി. അവിടെ കാണിച്ചത് രാഗിപ്പി വെച്ചിട്ടാ, രാഗിപ്പി ഇതാണ് രാഗി കുപ്പി. ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ച ആമിമോട് കുറച്ച് തന്നെയാണ് പുട്ട് കഴിച്ചത്. ആമിയോക്ക് ഞാൻ കുറച്ച് നേരം അടുത്തേക്ക് ചെറിയ പുട്ടിൻ്റെ കണ്ടം കൊടുത്തില്ലേ. ചെറിയ പുട്ടിൻ്റെ കണ്ടം കൊടുത്ത് ചെറിയ പുട്ടിൻ്റെ കണ്ടം കൊടുത്ത് ഞങ്ങളിങ്ങനെ പുട്ടൊക്കെ കഴിച്ചിരിക്കുകയാണ് അല്ലേ. അല്ലേ അല്ല ആമിയെ, പുട്ട് കഴിച്ചില്ലേ? പുട്ട് മൊത്തം കഴിച്ചില്ലേ? ഞാൻ കൊടുത്തോണ്ടേ പേടിച്ച് കഴിച്ചതാ പുട്ട് അല്ലേ. ഇതിന് കൊടുക്കണേ കഴിക്കുകയല്ല. നെക്സ്റ്റ് പരിപാടി എന്താ കാണിച്ചതാ. രാവിലെ എണീറ്റിൻ്റെ ഉറക്കം വിടൽ മാറിയിട്ടില്ല കേട്ടോ. നല്ലൊരു മഴ വരുന്നുണ്ട്, കണ്ടില്ലേ? മഴ പെയ്തു 4 ദിവസം അടുപ്പിച്ച് നല്ല മഴ കേട്ടോ. നമ്മളെ ഡ്രസ്സാണ് തിരുമ്പിട്ട് തോരടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മോനെ നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങി അല്ലേ. എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ അടുത്തൊക്കെ ഉണ്ട്, അവനോട് നിൽക്കാണ്ടിരിക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ഇതാക്കണേ. എന്താ ആദ്യം ഉറങ്ങണേ? നമുക്ക് പുട്ട് എന്നിട്ട് വയറിനൊരു സുഖമില്ല. നമ്മളെ ആമിമോള് കിടക്കുന്നുണ്ടോ, കാണിച്ചു തരാം. നമ്മളെ തൊട്ടിയിൽ പാവം എൻ്റെ ചുണ്ടരിയാണ്. അവൾ ഇങ്ങനെയായിട്ടൊക്കെ കിടക്കുക. ഇങ്ങനെ അവളപ്പാൻ്റെ അരി തന്നെ ചെരിഞ്ഞാൽ കിടക്കുള്ളൂ. അപ്പോൾ ഞാൻ റിനീസ് കൂടി ബേബീനും ഉമ്മാൻ്റെ അടുത്താക്കിയാണ്ട് മഞ്ചേരിക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചായക്കട കയറി ജസ്റ്റ് മഴയൊക്കെ പെയ്തപ്പോഴേ ചായ അടിക്കാൻ വേണ്ടി ഒരു പൂതി. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു കൊടുക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇതാക്കണ റിനൂസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ റിനൂസിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ ടോപ്പ്, ജസ്റ്റ് ഒരു സാധാ ടോപ്പ് എടുത്താണ് ജസ്റ്റ് എങ്ങനെയെല്ലാം പോകുമ്പോൾ വേണ്ടി ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അറിഞ്ഞോ, അപ്പോൾ ചെന്നിട്ട് ചെറിയൊരു പ്രാങ്ക് ഉണ്ട്. എന്താ വെച്ചാൽ ചെറിയ സ്വീറ്റ്സൊക്കെ വാങ്ങിയാണ്ട് എന്ത് പ്രാങ്ക് ഞങ്ങൾ ഇപ്പം തന്നെ പറയുന്നില്ല. ചെറിയൊരു പ്രാങ്ക് ഉണ്ട്. അപ്പോൾ പ്രാങ്ക് ഒന്നും ഞങ്ങളും പറയണില്ല, അപ്പം തന്നെ പറഞ്ഞ് കുളിക്കണില്ല അല്ലേ. ജസ്റ്റ് പ്രാങ്കിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം. ബേക്കറിയിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് വാങ്ങുമ്പോൾ ഞങ്ങളപ്പോൾ പ്രാങ്ക് ചെയ്യുമ്പോൾ അപ്പം കാണിച്ചു തരാം എന്താ പ്രാങ്ക് ചെയ്യണതെന്ന് കാണിച്ചു തരാം അല്ലേ. സൗണ്ട് നേരത്തെ കേൾക്കുന്നുണ്ടാവില്ല മഴ ആവുകൊണ്ട്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പ്രാങ്ക് ചെയ്യാം അല്ലേ റീനോ. അതിന് സാധനങ്ങളൊക്കെ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങണം. മഴ വരട്ടെ, നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ, ടാറ്റാ. ഗായ്സ്, ഞങ്ങൾ മായ കൊണ്ടുവന്ന രംഗാട്ടങ്ങൾ കാണുന്നത്. ആദ്യം പിന്നെ കുപ്പായ കൂടി വേഗം തോറ്റി, കാരണം ആദ്യമൊക്കെ പനി അടിച്ചു കഴിഞ്ഞാൽ പണിക്ക് പോകാനൊക്കെ ഭയങ്കര ഇതേക്കാരല്ലോ. അപ്പോൾ ഇതാക്കണം, ഞാനൊക്കെ നനഞ്ഞ് കോഴിക്കളം വരെ ഷാളൊക്കെ നല്ലോണം നനഞ്ഞ് ഒട്ടിയിട്ട് നിൽക്കാൻ വയ്യ അല്ലേ. ആദ്യം
കുളിച്ച് ഫ്രഷായി. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞുതരാം എന്താണ് പ്ലാൻ. നമ്മളിപ്പോ മഞ്ചേരി പ്ലാൻ എന്താ പ്ലാന് വേറൊന്നുമല്ല. മഞ്ചേരി പച്ചക്കറിയൊക്കെ വാങ്ങിയപ്പോ കുറച്ച് എന്താ പറയാ ലഡു ആണെങ്കിൽ കുറച്ച് വലിയ ലഡു ആയാലും പ്രശ്നമല്ലേ. അപ്പൊ അത് മഞ്ചേരി പോയപ്പോ ലഡു വാങ്ങണം കരുതിയത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരി പോയപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിയപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം മഴ ഫുള്ള് കൊണ്ട് നിൽക്കായിരുന്നു. മഴ ഫുള്ള് കൊണ്ടല്ല, അവിടെ ഇവിടെ ഫുള്ള് മഴ കൊണ്ട്. അപ്പൊ നമ്മൾ ലഡു ഒന്നും വാങ്ങിയില്ല. ലഡു വാങ്ങണം എന്ന് വെച്ചാൽ നമ്മള് വീണ്ടും പ്രഗ്നന്റ് ആണ്. അങ്ങനെ പ്രാങ്ക്. കാരണം ഓർക്ക് അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. എന്റെ വീട്ടുകാർക്ക് അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ പാമ്പൊക്കെ ചെന്ന് പേടിപ്പിച്ചാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചു പാമ്പിന്റെ പ്ലാസ്റ്റിക് അപ്പൊ മറ്റേ പേടിച്ചാണ്ട് ബോധം കെട്ടാലാണ് പണിയല്ല. എന്റെ കൂടെ ഒരു പാമ്പ് പോയിരുന്നു കോട്ടേഴ്സിന്. അപ്പൊ പാമ്പായിട്ടുള്ള വന്ന് ഞങ്ങള് വിട്ടു. അപ്പൊ പിന്നെ സ്വപ്നത്തിലൊക്കെ പാമ്പ് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അടുത്ത മഴ വരുമ്പോൾ നമുക്ക് ലഡു വാങ്ങണം. ഞാൻ പറയില്ല, കാരണം എനിക്കൊരു ഞാൻ ഫസ്റ്റത്തെ ഡെലിവറിന്റെ തന്നെ അല്ല ഒരു ഡെലിവറി എന്നുള്ളത് ആ ഡെലിവറിന്റെ തന്നെ ആമിമോൾ ഉണ്ടാകുന്നത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാരോട്. എനിക്കൊരു ചമ്മലാണ്. അപ്പൊ ഞാൻ പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന് ഒരു രണ്ടാമത്തത് ഞാൻ ഓനറിയാതെ ക്യാമറ ഓണാക്കി പിടിക്കും. അറിഞ്ഞാണ്ട് അറിയാതെ ക്യാമറ ഓണാക്കി പിടിക്കും. ഏതാ ലഡു വെറുതെ വീഡിയോസിന് വേണ്ടി എടുക്കുക അങ്ങനെയൊക്കെ പറയും. നമുക്ക് ഉൾപ്പെടുത്താൻ വരുന്ന ഉമ്മാനും മാത്രമേ ഉള്ളൂ. ഏട്ടന് അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങള് ലഡു ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് കാരക്കുന്ന് കടയിൽ. ഏത് ലഡു നമ്മള് വാങ്ങും? ഓറഞ്ച് ഉണ്ട്, മഞ്ഞുണ്ട്. ഇപ്പൊ വാങ്ങാൻ വേണ്ടി നമ്മള് കാരക്കുന്ന് അങ്ങാടിയിൽ. അപ്പൊ ഓറഞ്ച് ആട്ടാ വാങ്ങിയത്. ഓറഞ്ചൊക്കെ വാങ്ങിക്കാണ്ട് വീട്ടിലേക്ക് പോവാട്ടെ. അതിന്റെ അടുക്ക് ഒരു മഴ വന്നു. ഇന്നിനെ പെടുവാൻ പറ്റൂല. അങ്ങനെ ഇന്നിനെ പെട്ടത് റിനോസി 2 ദിവസം ഡേറ്റ് തെറ്റിയിരുന്നു. ഇല്ല, കട്ട് ചെയ്തല്ലേ. ആ കുട്ടിനെ അത് ആലോചിച്ച് സമയം ഇപ്പൊ ഞങ്ങള് വെറുതെ ഗർഭിണിയാണ് പറഞ്ഞാണ്ട് പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾ മാത്രം ഫോക്കസ്. കുട്ടിക്കൊരു 3 വയസ്സാകും. പേടിച്ചില്ലേ? കൂടുതൽ നീട്ടി പോയിട്ടുണ്ട്. ഇവിടെ കൂട്ടക്കച്ചറി വെറുതെ പ്രാങ്ക് ചെയ്താ. യൂട്യൂബുകാരുണ്ടല്ലോ ഇമ്മാനൊന്ന് പറ്റിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഓലന്റെ ഒരു ഐഡിയ പറഞ്ഞതാണ്. എന്ത് പറഞ്ഞാലും ഉമ്മ പറ്റിച്ചൂല, അതായത് ഞാൻ പിടിച്ചു. അപ്പൊ പറഞ്ഞു ഇമ്മാനൊന്ന് പറ്റിക്കണം, എന്താ പറയാ ഗർഭിണിയാണ് എന്ന് പറഞ്ഞാണ്ട് പറ്റിക്കണം. അതിൽ ആദ്യം പറഞ്ഞ ലഡു വാങ്ങിപ്പോയാൽ മനസ്സിലാവും. ലഡു വാങ്ങിപ്പോയാൽ തോന്നിയത് ലഡു വിശേഷം മക് തോന്നി. ലഡു ഒന്നിന് യൂട്യൂബിൽ നിന്ന് പൈസ തരിക, അല്ലാന്നുണ്ട് വിശേഷം. കണ്ണിനൊക്കെ ഇങ്ങനെ വെള്ളം ഇന്നീനടുത്ത് വലിച്ചത് ഒന്ന് കാളില്ലേ? ഞാനോ പ്രസവ പോയറിയാം കുഞ്ഞോനി കൊണ്ടുപോയത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നലെ എടുത്തതിൻ്റെ വീഡിയോസിൻ്റെ ബാക്കി എടുക്കട്ടെ. ഞാൻ മഞ്ചേരി പോയെന്നാണ് ഇന്ന് ഉമ്മാൻ്റെ കൂടെ മഞ്ചേരി പോയത്. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇതാണ് ഞാൻ എടുത്ത മറ്റേ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അടുത്തൊരു കുർത്തി പറഞ്ഞാൽ ഇതാട്ടോ ഗായ്സ്, ലാവൻഡർ കളറ്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ എടുത്തതിൻ്റെ വീഡിയോസിൻ്റെ ബാക്കിയാണ്. ഇന്നലെ നമ്മൾ അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ പ്രാങ്ക് ആക്കിയല്ലോ ഗായ്സ്. ആ പ്രാങ്ക് ആക്കിയത് നമ്മൾ കോളായി. കാരണം ഇമ്മയും കുഞ്ഞാമ്മേൻ്റെ വീഡിയോയിൽ കാണിച്ചില്ല എന്നുള്ളൂ. പക്ഷേ ഇമ്മയും കുഞ്ഞാമ്മയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. അത് പൊട്ടിക്കലും പറയലും ഒപ്പായി പോയി ഗായ്സ്.
അപ്പം ആദ്യം ജോലിക്ക് പോയിക്ക് ഗൈസ്. അപ്പം നമ്മളെ പ്രാങ്ക് മൂഞ്ചിപ്പോയി. എന്നാലും എന്താ പറയുക, ഓല് എന്താ പറയുക പ്രാങ്ക് ആയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഓല് ഇമോഷണലായിപ്പോയി. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അറിയണ കഴിഞ്ഞിട്ട് എന്താ പറയുക, അപ്പം പറയരുത്. നമ്മൾ പ്രാങ്ക് ആകുമ്പോൾ കുറേ കഴിഞ്ഞിട്ട് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് പറയേണ്ടത്. കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവില്ല പറയുക, കോളാക്കി തരും. അങ്ങനെ പറയാം. അപ്പോൾ ഗൈസിൻ്റെ കുർത്തി ഇതാട്ടോ. ആ ആയിക്കോട്ടെ. മൂത്രയിച്ചാണ് അപ്പീന്ന് പറയുന്നത്. അപ്പം മഞ്ചേരി പോയി രണ്ടുമ്മാൻ്റെ കൂടെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. ബേബീനെ അവിടെ ആക്കി. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി എടുക്കണമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.